ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു കിഡിലെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. നമ്മുടെ മക്കൾസിനൊക്കെ വൈകുന്നേരം അവർ സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്തതോ വറുക്കാത്ത ഏത് റവ വേണമെങ്കിലും എടുക്കാട്ടോ. ഞാൻ ഇപ്പോൾ വറുത്ത റവയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 കപ്പോളം അല്ലെങ്കിൽ 1/2 മുതൽ 3/4 കപ്പ് വരെ ചേർക്കാം കേട്ടോ. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന റവയ്ക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി മിക്സാക്കിയ ശേഷം ബാക്കി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. റവ ഉള്ളതിനെ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഗോതമ്പ് പൊടി കട്ടൊന്നും പിടിക്കാതെ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വെള്ളമൊന്നും കൂടിപ്പോയിട്ടൊന്നുമില്ല, കാരണം ഞാൻ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. റവ ഒന്ന് കുതിർന്ന് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ റവയൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ആ സമയത്ത് റവയൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുത്ത് കുറച്ചും കൂടിയൊക്കെ ഒന്ന് കട്ടിയായിട്ടുണ്ടായിരിക്കും കേട്ടോ നമ്മൾ ഈ കലക്കി വെച്ചിട്ടുള്ള സംഭവം. ഇനി കുഴപ്പമില്ല, നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇടയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം. ഇനി ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ഉരുളക്കിഴങ്ങാണ്. അത് പുഴുങ്ങിയിട്ട് ഒന്നങ്ങ് ഫോർക്ക് വെച്ച് ഞാനൊന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഫോർക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ അടിവശം വെച്ചിട്ടൊന്ന് ഞെക്കി കൊടുത്ത് അമർത്തി എടുത്തിട്ടായാലും മതി. അങ്ങനെ ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ ഞാൻ ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മുട്ട സ്കിപ്പ് ചെയ്യാതെ ചേർക്കണേ. ഇനിയിപ്പോൾ മുട്ട താല്പര്യം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക, പക്ഷെ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തത് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് തന്നെ ഈ കട്ടകളില്ലാതെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഇതിൽ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതൊന്ന് മിക്സാക്കി എടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഹെൽത്തിയാണ് എന്ന് പറഞ്ഞത് കേട്ടോ. പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കളാണെങ്കിൽ അവർക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും ഇഷ്ടത്തോടെ കഴിക്കുവേ. ഞാനൊരു വലിയ സവാളയും അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ക്യാപ്സിക്കും അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്തിട്ടുണ്ട്. ക്യാരറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി കുനുകുന കട്ട് ചെയ്തതും മല്ലിയിലയും കറിവേപ്പില കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില കയ്യിലുള്ളവർ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണേ. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5-2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കളറിനും വേണ്ടി കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറികൾ വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പച്ചക്കറികൾ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഒരുപാട് ഓവറായിട്ട് പച്ചക്കറി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇടുന്ന സമയത്ത് പൊട്ടിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ എങ്ങാനും തോന്നുകയാണെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി. ഇതപ്പോൾ എല്ലാം ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പലഹാരം ഉണ്ടാക്കാനുള്ള മിക്സിങ് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം, നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ഇൻഡാലിയത്തിൻ്റെ ഒക്കെ ദോശച്ചട്ടി ഉണ്ടാവില്ലേ, അതിൽ ചുട്ടെടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ചുട്ട് കാണിക്കുന്നത്. ഇതുപോലെ കുറേശ്ശെ മാവ് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നങ്ങ് പരത്തി കൊടുക്കുക. ഒരുപാട് കനം കുറയണ്ട, ചെറിയൊരു കട്ടിക്ക് ഒന്ന് കനം കുറച്ച് ഒന്ന് പരത്തി കൊടുത്ത ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ കൂടി ആക്കി കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ തന്നെയാണ് ആക്കി കൊടുത്തിട്ടുള്ളത്.
എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. മൂടി വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഒരു സൈഡ് ഒരു മിനിറ്റ് 2 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുക. അതുവരെ മൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി തുറന്ന ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അടിവശം നല്ലപോലെ ആയി മുരിഞ്ഞ് വന്ന ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ നമ്മുടെ സ്പാച്ചുല അല്ലെങ്കിൽ ചട്ടുക വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം. അങ്ങനെ മൊരിയിച്ചെടുത്തിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. ആദ്യത്തെ ആയിട്ടുണ്ട്. ഞാനിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മാവ് കഴിയുന്നത് വരെ നമുക്ക് ചുട്ടെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ മുതിർന്നവർക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡിന്നർ ആയിട്ടാണെങ്കിലും ഈവനിങ് സ്നാക്ക് ആയിട്ടാണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് പ്രത്യേകിച്ച് കറികളൊന്നും വേണമെന്നില്ല. നല്ലൊരു കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും ആരും മറന്നു പോവല്ലേ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.